ഹായ് മക്കളെ, പല യൂണിവേഴ്സിറ്റികളും അവരുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി അതിൻ്റെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് CSAS വഴി സ്റ്റാർട്ട് ചെയ്തിട്ട് phase 1ഉം phase 2ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് സിമുലേറ്റർ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളും കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡയറക്റ്റ്ലി നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ CUET UG 2025 യൂണിവേഴ്സിറ്റീസ് ആൻഡ് ആപ്ലിക്കേഷൻ ലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം പല യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു PDF ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ PDF ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ്ലി പോകാമെന്നുള്ളതാണ്. ഈ ഒരു PDF അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റി വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന UG പ്രോഗ്രാം ഏത് യൂണിവേഴ്സിറ്റിയിലാണോ വിചാരിക്കുന്നത്, ഏത് കോഴ്സിനാണോ, അതിനുള്ള ഒരു PDF നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം BCom പ്രോഗ്രാം ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണുള്ളത്, എത്ര സീറ്റുകളാണ് ഓരോ യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം 22ഓളം വരുന്ന യൂണിവേഴ്സിറ്റികളാണ്, ഇവിടെ നമുക്ക് 23ഓളം വരുന്ന യൂണിവേഴ്സിറ്റികളാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ CUET എക്സാം വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്തതാണ്, അപ്പം അത്തരം കാര്യങ്ങൾ ടെൻഷൻ അടിക്കാതിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ്, നിങ്ങൾ ഡിഗ്രിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം എടുക്കാൻ വേണ്ടി വിചാരിക്കുന്ന കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി പിന്നീടാണ് നമ്മൾ അറിയുക ഇതിൽ ആക്ച്വലി എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് ഒരു കോഴ്സിന് കിട്ടുക, അല്ലെങ്കിൽ സാറേ ഈ ഒരു കോഴ്സിന് ഈ ഒരു മാർക്ക് വെച്ച് ഈ ഒരു കോഴ്സിന് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമോ, അത്തരം ചോദ്യങ്ങൾക്ക് പകരം നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ടോ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പേഷ്യൻസ് നിങ്ങൾക്കറിയാം. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങളൊരു സെൻറ്ററിൽ പോയിട്ട് എഴുതുന്നു, പിന്നീട് സ്കോർ കാർഡ് വരുന്നു, അതിനൊക്കെ ഒരു ടൈം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായിട്ട് കൗൺസിലിംഗ് പ്രൊസീജിയർ വഴി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും വളരെ കൃത്യമായി എറർ ഫ്രീ ആയിട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ അഡ്മിഷൻ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലോട്ടും, നിങ്ങൾ സൈക്കോളജി ആവട്ടെ, പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, മാത്തമാറ്റിക്സും അതുപോലെ തന്നെ BBAയും BComഉം ആയിക്കോട്ടെ, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ്, ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ആ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ലിസ്റ്റ് ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അഡ്മിഷൻ ഗൈഡാണ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ വിചാരിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു പ്രോഗ്രാം ഉണ്ട്, എത്ര സീറ്റുകളാണുള്ളത്, അതിൽ നിങ്ങൾ CUETൽ ഏതൊക്കെ പേപ്പറുകൾ എഴുതണമായിരുന്നു, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 PDFകളും നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അഡ്മിഷൻ വിളിച്ചത്, അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോഴ്സുകളും ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്, അതിൻ്റെ സീറ്റുകൾ എത്രയാണ്, ഏതൊക്കെ പേപ്പേഴ്സാണ് എഴുതേണ്ടത്, അതിൻ്റെ ലിങ്ക്, ഈ 2 PDF നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുപോലെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.